പരീക്ഷ കഴിഞ്ഞ് റിസൾട്ടും വന്നിരിക്കുന്ന സന്തോഷവേളയിലാണ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ. ഇതിനിടയിലാണ് കൗതുകകരമായ ഒരു റിസൾട്ട് കാണാനിടയായത്. ഒരു വീട്ടിൽ ഇരട്ട വിജയം കിട്ടിയിരിക്കുകയാണ്. ഇരട്ട കുട്ടികളായ ഷഹനത്ത് മറിയം, ഹസനത്ത് മറിയം ഫുൾ A+ലൂടെയാണ് പാസ്സായത്. വളരെ അപൂർവമായി കാണാനാവുന്ന ഒരു സന്തോഷമാണിത്. എൻ്റെ പേര് ഷഹനത്ത് മറിയം. എൻ്റെ പേര് ഹസനത്ത് മറിയം എന്നാണ്. ഞങ്ങൾ ഗവൺമെൻറ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിക്കുന്നത്. ഇപ്പോൾ 10 കഴിഞ്ഞു. ഇന്നലത്തെ റിസൾട്ടിൽ 2 പേർക്കും ഫുൾ A+ ഉണ്ട്. ഭയങ്കര സന്തോഷം. പാരൻസിൻ്റെ ഭാഗത്തുനിന്നാണെങ്കിലും ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്നാണെങ്കിലും ഒക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അവരുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഇത് കിട്ടിയത്. അപ്രതീക്ഷിതമായിരുന്നില്ല. ഏകദേശമൊക്കെ നമ്മൾ എക്സാംസൊക്കെ കഴിഞ്ഞു വന്നപ്പോൾ ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു. അത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം. കുഞ്ഞിലേ മുതലേ ഒന്നിച്ചായിരുന്നു എല്ലാ പ്രവൃത്തികളും ചെയ്തിരുന്നത്. പഠനത്തിലും ഇരുപേരും ഒരുപോലെയാണ് പഠിച്ചതും. ഇരുപേരും പഠനം മാത്രമല്ല കഥകളിയിലും അരങ്ങേറ്റം നടത്തിയിട്ടുണ്ട്. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 4ത്തെ ഒരു പാഠം കണ്ടിട്ടാണ് കഥകളിനെ കുറിച്ച് അറിയുന്നത്. അപ്പോൾ അങ്ങനെ വീട്ടിൽ ചോദിക്കുന്നത് പഠിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നുള്ളത്. അപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ നമ്മളെ കോട്ടപ്പടിയിലെ PSV നാട്യസംഘം ഉണ്ടെന്ന്. അങ്ങനെ ഉപ്പയും ഉമ്മയൊക്കെ നല്ല സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ അവിടെ പോയി സംസാരിക്കുകയും അപ്പോൾ അവർക്കും ഇതിൽ നല്ല താല്പര്യമുണ്ടെന്ന്, താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ ഇവിടെ വന്ന് പഠിക്കാമെന്ന് പറയുകയും ചെയ്തപ്പം അങ്ങനെയാണ് PSVയിലേക്ക് എത്തുന്നതും കഥകളിയിലേക്ക് എത്തുന്നതൊക്കെ. അങ്ങനെ ഒരു കൊല്ലം കഴിഞ്ഞപ്പം ആദ്യം ചേർന്നത് ഞാനാണ്. അങ്ങനെ എൻ്റെ അരങ്ങേറ്റം 6ാം ക്ലാസ് പഠിക്കുമ്പോൾ കഴിഞ്ഞു. അങ്ങനെ ഞാൻ പഠിക്കുന്നത് കണ്ടപ്പോഴാണ് പൊന്നൂനും ഇങ്ങനെ ഈ കഥകളി കളിക്കണം എന്നുള്ള ഒരാഗ്രഹം ഉണ്ടാവുന്നത്. അങ്ങനെ അവളും ചേർന്നു. പിന്നെ കൊറോണയായിട്ട് 2 കൊല്ലം ഞങ്ങൾക്ക് ബ്രേക്ക് വന്നു. അങ്ങനെ 2023 ഞങ്ങൾ 2 പേരുടെയും അരങ്ങേറ്റം കഴിയാനുണ്ടായത്. കോട്ടയ്ക്കൽ ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ കഥകളി അവതരിപ്പിക്കാനും സാധിച്ചിട്ടുണ്ട്. ഈ കോട്ടയ്ക്കൽ പൂരത്തിന് കഴിഞ്ഞ പൂരത്തിനും ഞങ്ങൾക്ക് അവിടെ കഥകളി ചെയ്യാൻ വേണ്ടിയിട്ട് അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ എന്താ പറയുക ഭയങ്കര സന്തോഷമാണ്. കാരണം എല്ലാവരും അറിയപ്പെടുന്ന പൂരമാണ് കോട്ടയ്ക്കൽ പൂരം. അവിടെ കളിക്കാൻ പറ്റുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം. കഥകളി ഒരു 4ാം ക്ലാസ്സിൽ ഇവരെ ഒരു LSSന് പഠിക്കുന്ന സമയത്താണ് കഥകളിയുമായി ബന്ധപ്പെട്ട് അവർ കൂടുതൽ അറിയണത്. അപ്പോൾ അവരിങ്ങനെ വന്നിട്ട് ഇങ്ങനെ സംശയം ചോദിക്കുന്നത് നമുക്ക് പഠിക്കാൻ പറ്റുമോ, എങ്ങനെ പഠിക്കുക, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒരു കഥകളി ആശാനുമായിട്ട് അവരൊരു അഭിമുഖം നടത്തി. അപ്പോൾ അവർ ഇങ്ങനെ അതിലൊരു ഇൻസ്പയർ ആയിട്ട് അവർ അങ്ങോട്ട് വന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ ഇവിടെ ആര്യശാലൻ്റെ കീഴിൽ തന്നെ നാട്യസംഘത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പോയി നമ്മൾ അന്വേഷിച്ചു. അപ്പോൾ അവർ ബുദ്ധിമുട്ടൊന്നുമില്ല പഠിപ്പിക്കണേൽ പറഞ്ഞു. അപ്പോൾ നമ്മളവിടെ ചേർക്കുകയും ആദ്യം ഇവളാണ് മിന്നുവാണ് ചേർന്ന് പഠിക്കാൻ തുടങ്ങി. ഈ മിടുക്കികൾക്ക് തങ്ങളുടെ കഥകളിയോടുള്ള ഇഷ്ടത്തെയും പഠന മികവിനെയും ഒരുപോലെ സ്വാഗതം ചെയ്യുന്ന മാതാപിതാക്കളാണ് തങ്ങൾക്കുള്ളതെന്ന് ആത്മവിശ്വാസത്തോടെ ഇരുവരും ആവർത്തിക്കുകയാണ്. ഞങ്ങളുടെ പരീക്ഷയിലും ഒക്കെ ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഉമ്മ തന്നെയാണ്. ഉമ്മ ടീച്ചറാണ്. ഉമ്മ കെമിസ്ട്രിയും ബയോളജിയും ഇവിടെ അടുത്ത് നജ്മുൽ ഹുദ എന്ന് പറഞ്ഞ സ്കൂളിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പരീക്ഷാ സമയത്ത് അവസാന ഇതിൽ നമുക്ക് ഇങ്ങോട്ട് പേടിച്ച് നിൽക്കുമ്പോഴൊക്കെ ഉമ്മയാണ് നമുക്ക് രക്ഷകയായിട്ട് എത്താറുള്ളത്. ഫുൾ A+ കിട്ടിയതിൽ നല്ല സന്തോഷമാണ്. പിന്നെ ഫുൾ A+ ഉള്ളൊരു വലിയ വിഷയമൊന്നുമല്ല. എന്നാലും നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. രണ്ടാളും നമ്മളൊന്നും നിർബന്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓരെന്നെ ടൈം ഷെഡ്യൂളൊക്കെ വെച്ച് ഓരെന്നെ നീറ്റ് പഠിക്കുക. എനിക്കൊരു ടൈമുണ്ട്. അതൊക്കെ ഒരു ചെയ്ത് അവരെ നിർബന്ധിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ കെമിസ്ട്രിയും ബയോളജിയും ഞാൻ കൈകാര്യം ചെയ്യണോണ്ട് എനിക്കതിൽ ഡൗട്ട് തീർത്തു കൊടുക്കാൻ നല്ലോണം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറേ കലോത്സവങ്ങളിലൊക്കെ പങ്കെടുക്കായതുകൊണ്ട് കുറേ ക്ലാസ്സുകൾ മിസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ആ സമയത്തൊക്കെ അവർ ആ സബ്ജക്റ്റുകളിൽ ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് നല്ല സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ അവരുടെ കൂടെ ഇരുന്നിട്ട് അവർക്ക് ആ ക്ലാസ്സുകളൊക്കെ എടുത്തു കൊടുക്കാറുണ്ട്. ചെറുപ്പം മുതലേ ഞങ്ങൾക്ക് അഭിനയത്തിലും നാടകത്തിലൊക്കെ നല്ല താല്പര്യമായിരുന്നു. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് നാടകത്തിൽ അഭിനയിക്കുന്നത്. പിന്നെ എന്താ പറയുക, നാടകത്തിൽ അഭിനയിച്ചാൽ പിന്നെ അങ്ങനെയാണല്ലോ, നമുക്കതിങ്ങനെ തുടർന്ന് കൊണ്ടിരിക്കാൻ തന്നെ തോന്നും.
അങ്ങനെ ഞങ്ങൾ UP-യിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ സ്കൂളിൽ നിന്ന് ആദ്യം ഞങ്ങൾ സ്വന്തമായിട്ടൊരു നാടകം ചെയ്യും. പിന്നെ ടീച്ചർമാർ അവിടെ ഒരു പ്രവീൺ സാർ എന്ന് പറഞ്ഞിട്ടുള്ള മാഷൊക്കെ ഉണ്ടായിരുന്നു. മാഷൊക്കെ കൂടി ചേർന്നിട്ട് ഒരു നാടകം ഞങ്ങളിങ്ങനെ സബ് ജില്ലയിൽ കൊണ്ടുപോയി. അവിടെ അപ്രതീക്ഷിതമായി ഫസ്റ്റ് കിട്ടി. അങ്ങനെ ഒരു ഗവൺമെൻറ് സ്കൂളിൽ നിന്ന് ഞങ്ങൾ UP-യിൽ കുറച്ച് കുട്ടികളെ തട്ടിക്കൂട്ടിയൊരു നാടകം ജില്ലയിൽ കൊണ്ടുപോയി. ജില്ലയിലും ഫസ്റ്റ് അടിക്കുന്ന സാഹചര്യം ഉണ്ടായി. പിന്നെ UP-യിൽ അന്ന് സ്റ്റേറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. മാത്രമല്ല ഞങ്ങളിപ്പോൾ എന്താ പറയുക ഇങ്ങനെ കഥകളി പഠിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ ഇപ്പോൾ അരങ്ങേറ്റത്തിൻ്റെ സമയത്തൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നാട്ടിൽ നിന്നൊക്കെ ആയിട്ട് പ്രഷർ ഉണ്ടോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും തരത്തിൽ പേടിപ്പിക്കുന്നുണ്ടോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ നാട്ടുകാരാണ് ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ സപ്പോർട്ടായിട്ട് നിന്നത്. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. നാടിൻ്റെ പേരും ഒക്കെ അറിയപ്പെടുമ്പോൾ അവരാണ് ഏറ്റവും കൂടുതൽ നമ്മളോട് സപ്പോർട്ട് ചെയ്ത് നിന്നത്. അവരുടെ ഒരു ഇതന്നെയാണ് നമ്മളിപ്പോൾ കഥകളിക്കൊക്കെ വരുമ്പോൾ നമുക്കൊരു ധൈര്യമായിട്ടുള്ളത്. എവിടെ പോയാലും നമ്മളിപ്പോൾ ഇവരുണ്ടാവും എന്നുള്ളതൊരു വലിയ ധൈര്യമാണ് റിലേറ്റീവ്സും നാട്ടുകാരും ഒക്കെ. അതെ, തുടക്കത്തിലൊക്കെ നമുക്കൊരു ടെൻഷനൊക്കെ ഉണ്ട്, വീട്ടുകാർക്കും ടെൻഷൻ ഉണ്ട്. ഇതിപ്പോൾ എന്താവും ഇങ്ങനെ ഇങ്ങനത്തെ ഒരു വീട്ടിൽ നിന്ന് ഇങ്ങനെ കഥകളി പഠിക്കാൻ വരുമ്പോൾ എല്ലാവർക്കും എതിർപ്പുണ്ടാവും. മുൻപൊക്കെ നമ്മൾ മനസ്സിൻ്റെ ഒക്കെ കഥ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെ നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ നാട്ടുകാരൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. പിന്നെ ഇരട്ട കുട്ടികളായതുകൊണ്ടാണ് ഇത്രയും ഇതിനൊരു കൂടുതൽ സന്തോഷം. ഒരു ജനിച്ച മുതലേ എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര ഒരു ബ്ലെസ്സിങ് തന്നെയാണത്. ഭയങ്കര സന്തോഷം, നല്ല ഒരു സന്തോഷത്തിൽ തന്നെയാണുള്ളത് ഇപ്പോൾ. ടീച്ചേഴ്സിൻ്റെ വല്ലാത്ത സപ്പോർട്ട് നമുക്കുണ്ടായിരുന്നു. തുടക്കം മുതൽ തന്നെ ഞങ്ങളിപ്പോൾ ഒരുപാട് ക്ലാസ് കെട്ടേണ്ട ആവശ്യമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ കലോത്സവമായിട്ട് ബന്ധപ്പെട്ടും ശാസ്ത്രമേളയായിട്ട് ബന്ധപ്പെട്ടൊക്കെ. അപ്പോഴൊക്കെ അവർ ഭയങ്കര സപ്പോർട്ടീവായിട്ട് നിന്നു. ഒന്നിനെ എതിർക്കാണ്ട് എല്ലാത്തിൻ്റെ ഒപ്പം തന്നെ പഠിത്തത്തിനും കൊണ്ട് ഒരു ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. ഞങ്ങൾ പുറത്ത് ട്യൂഷനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല, സ്കൂളിൽ മാത്രമാണ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ടീച്ചേഴ്സിനെയാണ് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റി. അങ്ങനെ പോയിട്ടും A+ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം. അതോടൊപ്പം തന്നെ ഉമ്മയാണെങ്കിലും ബാക്കി എല്ലാ റിലേറ്റീവ്സ് ആണെങ്കിലും എല്ലാവർക്കും ഭയങ്കര സപ്പോർട്ടായിരുന്നു. നമ്മൾ ബാക്കിയുള്ള പരിപാടിക്കൊക്കെ പോകുമ്പോഴും നമ്മളെക്കൊണ്ട് പറ്റും എന്നുള്ളൊരു എന്താ പറയുക ഒരു സപ്പോർട്ട്, ഒരു സപ്പോർട്ടൊക്കെ തന്നത് ഓരാണ്. അപ്പോൾ എല്ലാവരോടും താങ്ക് യു. ചുറ്റും നിന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി.